പുറത്തും മഴ അകത്തും മഴ എന്താണ് എന്നുള്ളതിനെ കുറിച്ചല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചല്ല എന്താണ് സംഭവം എന്നല്ലേ ഒരു കാഴ്ച കാണിക്കാം. ഇത് ട്രെയിനാണ്. ഒരു ട്രെയിനകത്താണ് മഴ പെയ്യുന്നത് എന്ന് വെച്ചാൽ ട്രെയിൻ മുഴുവൻ ചോർന്നൊലിക്കുന്നു. യശ്വന്തപൂർ കണ്ണൂർ എക്സ്പ്രസിലെ AC കോച്ചിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സാധാരണ വീടിനുള്ളിൽ തന്നെ മഴവെള്ളം വീഴണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് യശ്വന്തപൂരിന്റെ AC കോച്ചിൽ യാത്ര ചെയ്യാം. നേരെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വീഴുന്നതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനോജ് തോമസ്, AC-യിലാണ് യാത്ര, ഒപ്പം മഴവെള്ള സംഭരണിയും കൂടിയാണെന്ന് തോന്നുന്നു AC കോച്ച്. അതെ അരുൺകുമാർ, മഴ കൊണ്ട് AC ആസ്വദിച്ച് പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഈ യശ്വന്തപൂർ കണ്ണൂർ എക്സ്പ്രസ്സിലെ യാത്രക്കാർ. അല്പസമയം മുൻപാണ് ട്രെയിൻ കോഴിക്കോട് പാസ് ചെയ്ത് പോയത്. അതായത് ഇന്നലെ രാത്രി ബംഗളൂരിൽ യശ്വന്തപൂരിൽ നിന്ന് പുറപ്പെട്ട ട്രെയിന് ഷൊർണൂർ വഴി, കോയമ്പത്തൂർ വഴി, ഷൊർണൂർ വഴി ഈ കോഴിക്കോട് വഴിയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. ആ സമയത്ത് മലപ്പുറം ജില്ലയിലെത്തിയ സമയത്ത് പരപ്പനങ്ങാടി ഭാഗത്ത് വെച്ചാണ് അതിശക്തമായ മഴ പെയ്യുന്നത്. ആ സമയത്താണ് ഈ AC കമ്പാർട്ട്മെൻറ്റിലേക്ക് മഴവെള്ളം വന്ന് വീഴാൻ വേണ്ടി തുടങ്ങിയത്. അതായത് ഇത് ഒരു കമ്പാർട്ട്മെൻറ്റിലെ ദൃശ്യം മാത്രമാണ്. മറ്റ് കമ്പാർട്ട്മെൻറ്റുകളിലും സമാനമായ രീതിയിൽ ചോർച്ചയുണ്ടെന്നാണ് യാത്രക്കാർ പറഞ്ഞിരിക്കുന്നത്. 9-ഓടുകൂടി ട്രെയിൻ കണ്ണൂരിൽ എത്തുകയും ചെയ്യും. അതായത് AC ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത യാത്രക്കാർക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ കോച്ച് എന്ന് പറയുന്നത് പുതിയ കോച്ചാണ്. ചെന്നൈയിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ 2020 ഫെബ്രുവരിയിൽ നിർമ്മിച്ച പുതിയ കോച്ച്, 5 വർഷം മാത്രം പഴക്കമുള്ള പുതിയ കോച്ചിലാണ് ഈ ചോർച്ച ഉണ്ടായിരിക്കുന്നത്. യാത്രക്കാർ ആ ട്രെയിനിലെ ജീവനക്കാരോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ പുതിയ കോച്ചുകളൊക്കെ തന്നെ പല ട്രെയിനുകളും ഇതേ രീതിയിൽ ചോരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് AC-യുടെ പാനൽ പിടിപ്പിച്ചതിനിടയിലൂടെയാണ് വെള്ളം വരുന്നതെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ആ കോച്ചിനകത്തേക്ക് വെള്ളം വീണത് കൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഒന്നാമത് AC-ആണ്, അതിൻ്റെ തണുപ്പ് കൂടിയാണ്, അതോടൊപ്പം തന്നെ വെള്ളം കൂടി വന്നതോടെ ആകെ ഒരു യാത്ര അസ്വസ്ഥപ്പെടുത്തുന്ന യാത്രയായിരുന്നു. ഉടനെ തന്നെ ജീവനക്കാർ വന്ന് വെള്ളം സൈദു മുഹമ്മദ് എന്ന യാത്രികൻ നമുക്കൊപ്പമുണ്ട്. സൈദു, വെരി ഗുഡ് മോർണിംഗ്. സൈദു, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡ് മോർണിംഗ്. എന്റെ പേര് സൈദു മുഹമ്മദ് ഷമീൽ എന്നാണ്. ഏകദേശം കുറ്റിപ്പുറം കഴിഞ്ഞ പോലെ നല്ല മഴയായിരുന്നു. ആ മഴ പുറത്ത് പെയ്യുന്നത് പോലെ തന്നെ കോച്ചിനകത്ത് ഞാൻ A2 കോച്ചിലാണ് യാത്ര ചെയ്യുന്നത്. സെക്കൻഡ് AC കോച്ചിലായിരുന്നു. അതുപോലെ തന്നെ AC കോച്ചിന്റെ ഡോറ് കിടക്കുന്നിടത്ത് ആ ഗ്ലാസ് ഡോറിനടുത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ താഴെ വരുന്നു. പിന്നെ HA1 ഫസ്റ്റ് AC കോച്ചിലും തൊട്ടടുത്ത ഫസ്റ്റ് AC കോച്ചിലും എല്ലാം ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ജീവനക്കാരെ വിളിച്ചു, അവരൊന്ന് വെള്ളം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, വീണ്ടും വെള്ളം ഒഴുകി വരുന്നു. ഇത് തന്നെയാണ് പരിപാടി. മാത്രമല്ല ജീവനക്കാർ പറയുന്നത് പുതിയ കോച്ചുകളാണ്, 4 വർഷം പഴക്കമേ ഉള്ളൂ ഈ കോച്ചുകൾക്കൊക്കെ. പഴയ കോച്ചുകളാണ് ഏറ്റവും നല്ലത്. പുതിയ കോച്ചുകൾ വരുന്നതൊക്കെ എല്ലാ ട്രെയിനും ഇങ്ങനെ തന്നെയാണ് എന്നാണ് വ്യാപകമായിട്ട് അതിൽ ജീവനക്കാർ പറയുന്നത്. ഓക്കെ, താങ്ക് യു സെയ്ദ്. ആ ദൃശ്യങ്ങൾക്കും ഒപ്പം അപ്ഡേറ്റിനും താങ്ക് യു സെയ്ദ് മുഹമ്മദ്. സെയ്ദ് മുഹമ്മദ് ആണ് ആ ദൃശ്യങ്ങൾ കൂടി പകർത്തി പ്രേക്ഷകർക്ക് നൽകിയത്. ഇതാണ് യശ്വന്ത്പൂർ കോച്ചിലെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനി റെയിൽവേ നമ്മൾ അറിയാതെ മഴവെള്ള സംഭരണി കാണും തുടങ്ങിയ ഇതേപോലെ മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ പുറത്തു പോകാതെ, ഒരു തുള്ളി പോലും പുറത്തു പോകാതെ അകത്ത് തന്നെ വീഴുന്ന അവസ്ഥ, അതും AC കോച്ചിലൊക്കെയാണുള്ളത്. അത്യാവശ്യം കാശ് കൊടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ഫസ്റ്റ് AC കമ്പാർട്ട്മെന്റിലും സെക്കൻഡ് AC കമ്പാർട്ട്മെന്റിലും ഒക്കെയാണ് മഴവെള്ളം ഇപ്പോൾ ചോർന്ന് യശ്വന്ത്പൂർ കോച്ചിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളോടൊപ്പം ഈ യാത്രക്കാരനായ സയ്യിദ് മുഹമ്മദ് പറയുന്നതും സുനോജ് തോമസ് റിപ്പോർട്ട് ചെയ്യുന്നതും. എന്താണല്ലേ.